മധു മണിമല, അയ്യപ്പ ധർമ്മ പ്രചാര സഭയുടെ പ്രതിനിധിയാണല്ലോ താങ്കൾ. ഇവിടെ ബ്രഹ്മദത്തന് എന്ത് അയോഗ്യതയാണ് ഉള്ളത് തന്ത്രിയായിട്ട് വരാൻ? ഇപ്പോൾ അവിടെ അച്ഛനായ കണ്ഠരര് രാജീവര് അദ്ദേഹം സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിയാണ്, പക്ഷേ മകൻ പ്രതിയല്ലല്ലോ. അപ്പോൾ പിന്നെ എന്ത് അയോഗ്യത എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. മാത്രമല്ല അവിടുത്തെ താന്ത്രിക വിധി എന്ന് പറയുന്നത് പാരമ്പര്യ അവകാശമാണ് താഴമൺ കുടുംബത്തിന്റെ. അതെങ്ങനെ എടുത്തു മാറ്റും എന്നുള്ള ചോദ്യവുമുണ്ട്. ശബരിമലത്തെ തന്ത്രിയായിട്ട് ബ്രഹ്മദത്തൻ വരുന്നതിന് എനിക്ക് വ്യക്തിപരമായിട്ട് യാതൊരു എതിർപ്പുമില്ല. ബ്രഹ്മദത്തന്റെ യോഗ്യതയൊന്നും ഞാൻ കുറച്ച് കാണുന്നുമില്ല. പക്ഷേ അതല്ല ഇവിടെ പ്രശ്നം. ശബരിമല ക്ഷേത്രത്തിന്റെ താന്ത്രികാവകാശം കാരാൺമ അവകാശമാണ്. കാരാൺമ അവകാശം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വ്യക്തിക്കല്ല. ചെങ്ങന്നൂർ മുണ്ടൻകാവിൽ താഴമൺ കുടുംബത്തിനാണ് ശബരിമലയുടെ താന്ത്രിക അവകാശം. അവിടുത്തെ മുഖ്യതന്ത്രി കാലാകാലങ്ങളിൽ ഏറ്റവും തലമുതിർന്നയാള്, ഏറ്റവും പ്രായത്തിൽ മുതിർന്നയാളാണ് അവിടുത്തെ കാരാഴ്മ അവകാശിയായ മുഖ്യതന്ത്രി. അദ്ദേഹത്തിനാണ് ശബരിമലയുടെ താന്ത്രികാവകാശം. അദ്ദേഹത്തിനാണ് ശബരിമലയുടെ താന്ത്രികാവകാശം നിക്ഷിപ്തമായിട്ടുള്ളത്. നീലകണ്ഠര് തന്ത്രിക്ക് ശേഷം കണ്ഠര് മഹേശ്വര തന്ത്രിയായിരുന്നു ശബരിമലയിലെ മുഖ്യതന്ത്രി. 2006 തന്ത്രി മോഹനരുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിവാദമുണ്ടായ പശ്ചാത്തലത്തിൽ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന അഡ്വക്കേറ്റ് ശ്രീ ജി രാമൻ നായർ കണ്ഠര് മോഹനരോട് തൽക്കാലത്തേക്ക് വിവാദം കെട്ടടങ്ങുന്നിടം വരെ ശബരിമലയിൽ നിന്നും ഒന്ന് മാറി നിൽക്കാനല്ല പറഞ്ഞു, മാറി നിൽക്കാമോ എന്ന് ചോദിക്കുകയും അദ്ദേഹം അത് സമ്മതിക്കുകയും ചെയ്തു. അതിനെ തുടർന്ന് മഹേശ്വരി തന്ത്രിയായിരുന്നു ശബരിമലത്തെ തന്ത്രി സ്ഥാനം കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. കാരണം അവിടുത്തെ മുഖ്യ തന്ത്രി എന്ന് പറയുന്നത് നീലകണ്ഠരുടെ കാലം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ മഹേശ്വരി തന്ത്രിയാണ്. മഹേശ്വരി തന്ത്രിയുടെ മകനാണ് മോഹനര് തന്ത്രി. ഈ 2020 മുതൽ 2026 വരെ 20 വർഷക്കാലം ശബരിമലയുടെ താന്ത്രിക അവകാശിയായ ഇപ്പോഴത്തെ കുടുംബ കാരണവരായ തന്ത്രി മോഹനരെ ശബരിമലയിൽ നിന്നും അകറ്റി നിർത്തിയിരിക്കുകയാണ്. ഈ മോഹനരെ 20 വർഷമായിട്ട് ശബരിമലയിൽ നിന്ന് അകറ്റി നിർത്തിയതുകൊണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോ ശബരിമല ക്ഷേത്രത്തിനോ പ്രത്യേകിച്ച് യാതൊരു അദ്ദേഹത്തിന്റെ മകനായിരുന്നുവല്ലോ കഴിഞ്ഞ തന്ത്രി. അല്ല, ഞാൻ എനിക്ക് പറഞ്ഞു തരാം. ഈ 20 വർഷം മോഹനര് തന്ത്രിയെ ശബരിമലയിൽ നിന്ന് അകറ്റി നിർത്തിയത് കൊണ്ട് ആത്യന്തിക ഗുണഭോക്താവ് തന്ത്രി രാജീവര് തന്നെയാണ്. ഇവിടെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ 2 കേസിൽ അദ്ദേഹം പ്രതിയാണ്. 3ാമത്തെ കേസിലും അദ്ദേഹം പ്രതിയാണെന്ന് അറിയുന്നു. 20-ാം തീയതിയാണ് കോടതിയിൽ അടുത്ത ഈ കുറ്റപത്രം സമർപ്പിക്കുന്നത് എന്ന് അറിയുന്നു. അപ്പൊ പ്രതിസ്ഥാനത്തുള്ള ഒരാൾക്ക് ഒരിക്കലും ശബരിമല തന്ത്രിയായിട്ട് ഈ ചിങ്ങം 1-ാം തീയതി, അതായത് 1202 ആണ്ട് ചിങ്ങമാസം 1-ാം തീയതി മുതൽ കർക്കിടക മാസം 31-ാം തീയതി വരെ താഴവൺ മഠത്തിലെ കണ്ഠര് രാജീവരുടെ തേണാണ് ശബരിമലയിലുള്ളത്. പക്ഷെ ശബരിമല തന്ത്രിയല്ല കണ്ഠര് രാജീവര്, ശബരിമല തന്ത്രിയുടെ ആൾപേരാണ്. ശബരിമല താന്ത്രിക അവകാശം ഉള്ളത് ആ കുടുംബത്തിലെ കാരാൺമ അവകാശിയായ മുതിർന്ന തന്ത്രിക്കാണ്, മുഖ്യതന്ത്രി. അനുസരിച്ച് അവർ തന്നെ തീരുമാനിക്കുകയാണല്ലോ. അങ്ങനെ കണ്ഠര് രാജീവർക്ക് അടുത്ത വർഷം വരുന്നു, ചിങ്ങം 1 മുതൽ കർക്കിടകം 30 വരെ വരുന്നു, അങ്ങനെയാണല്ലോ. ശബരിമലയിലെ താന്ത്രിക സ്ഥാനം ഇപ്പോൾ കൈയാളുന്നത് ആ കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന തന്ത്രി, ഏറ്റവും സീനിയർ മോസ്റ്റ് അദ്ദേഹം കണ്ഠര് മോഹനരാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എല്ലാ എഴുത്തുകുത്തുകളും നടത്തുന്നത് കണ്ഠര് മോഹനര്, സീനിയർ തന്ത്രി, താഴമൺ മഠം, മുണ്ടൻകാവ്, ചെങ്ങന്നൂർ എന്ന വിലാസത്തിലാണ് ശബരിമല സംബന്ധിച്ച എല്ലാ കാര്യങ്ങളിലും എഴുത്തുകുത്തുകൾ നടത്തുന്നത്. നിങ്ങൾ ദേവസ്വം ബോർഡിൽ അന്വേഷിച്ച് നോക്കൂ. അപ്പോൾ അദ്ദേഹമാണ് മുഖ്യതന്ത്രി. ഇപ്പം കണ്ഠര് ബ്രഹ്മദത്തന് വരുന്നതിന് രാജീവർക്ക് മോഹനോട് പറയാം, എനിക്ക് ആരോഗ്യപരമായ കാരണങ്ങളല്ല കേസ് ഉള്ളതുകൊണ്ട് എനിക്ക് ശബരിമലയ്ക്ക് പോകാൻ പറ്റില്ല, പകരം എന്റെ മകനെ വിടണം. അത് മോഹനരോട് രാജീവർ ആവശ്യപ്പെടണം. മോഹനര് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കത്ത് കൊടുക്കണം. ഈ താഴമൺ കുടുംബത്തിൽ നിന്ന് അടുത്ത 1 വർഷത്തേക്ക് തന്ത്രിയായിട്ട് പോകാൻ ഞാൻ നിർദ്ദേശിക്കുന്നത് ബ്രഹ്മദത്തനെയാണ് എന്ന് പറഞ്ഞ് മോഹനര് കത്ത് കൊടുത്താൽ ദേവസ്വം ബോർഡ് ആ കത്ത് പരിഗണിക്കാം. അല്ലാതെ എനിക്ക് പകരം എന്റെ മകനെ തന്ത്രിയാക്കണമെന്ന് രാജീവർക്ക് ആവശ്യപ്പെടാൻ പറ്റില്ല. അതൊരു നിയമമല്ല, അങ്ങനെ ഒരു അത് ദേവസ്വം ബോർഡ് അംഗീകരിച്ചിരിക്കുകയാണ്. ദേവസ്വം ബോർഡ് കോടതി അറിയിക്കാൻ പോകുന്നത് എതിർപ്പില്ല എന്നുള്ള കാര്യമാണ്. ബാക്കി കോടതി തീരുമാനിക്കട്ടെ എന്നാണല്ലോ. ഞാൻ ചോദിച്ചോട്ടെ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ പ്രസിഡന്റ് 2 മെമ്പർമാർ, അവരുടെ കാലാവധി എത്രയാണ്? 2 വർഷത്തേക്കാണ്. ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറുടെ കാലാവധി 1 വർഷമാണ്. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുടെ കാലാവധി 1 വർഷമാണ്, അല്ലേ? അപ്പം ഈ ശബരിമലത്തെ പ്രധാനപ്പെട്ട ആളെന്ന് പറയുന്നത് അയ്യപ്പൻ കഴിഞ്ഞാൽ പിന്നെ തന്ത്രി തന്നെയാണ്. ആ തന്ത്രിയുടെ അവകാശത്തെയോ താഴവൺ മഠത്തിന്റെ അധികാരത്തെയോ അവകാശത്തെയോ ചോദ്യം ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇവിടെ മൂപ്പിളമ തർക്കമാണ്. ഇവിടെ പ്രധാന തന്ത്രി എന്ന് പറയുന്നത് ശബരിമലത്തെ താന്ത്രിക അവകാശമുള്ള തന്ത്രി കണ്ഠര് മോഹനര് തന്നെയാണ്. അസന്നിഗ്ധമായിട്ട് ഞാൻ പറയുകയാണ്, നിങ്ങൾ അന്വേഷിച്ച് നോക്കൂ.
പന്തളം കൊട്ടാരത്തിൽ അതിന്റെ രേഖകളുണ്ട്. പക്ഷെ അദ്ദേഹം എതിർപ്പ് പറഞ്ഞിട്ടില്ല. ശ്രീ മധു മണിമല മോഹനരെ എതിർപ്പ് പറഞ്ഞിട്ടില്ല ബ്രഹ്മദത്തനെ തന്ത്രിയാക്കുന്നതിൽ. അതുകൂടി ഉണ്ടല്ലോ. അപ്പോൾ വെളിയിൽ നിന്ന് നമുക്ക് പറയാം, പക്ഷേ താഴമൺ കുടുംബത്തിൽ നിന്ന് അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടില്ല. ഇതിന് എന്റെ വാദം, ശബരിമല തന്ത്രിക്ക് ഒരു നിശ്ചിത യോഗ്യത വേണം. ശബരിമല മേൽശാന്തിയായിട്ട് തെരഞ്ഞെടുക്കപ്പെടുന്നതിന് 10 വർഷത്തിൽ കുറയാതെ ഏതെങ്കിലും 3 നേരം പൂജയുള്ള മഹാക്ഷേത്രങ്ങളിൽ മേൽശാന്തിയായിട്ടുള്ള പ്രവൃത്തി പരിചയം വേണം. ആരോഗ്യമുള്ള ആളായിരിക്കണം. ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ട ആളാവാൻ പാടില്ല. അങ്ങനെ ഒരുപാട് നിബന്ധനകളുണ്ട് ശബരിമലയിൽ ഒരു മേൽശാന്തിയാകാൻ. ശബരിമലയിലെ നട തുറക്കുന്നത് തൊട്ട് അടയ്ക്കുന്നത് വരെ രാവിലത്തെ നട തുറക്കുകയും അടയ്ക്കുകയും ഉച്ചപൂജയും അത്താഴ പൂജയും മാത്രമാണ് മേൽശാന്തിക്കുള്ളത്. ബാക്കിയുള്ള പ്രധാന പൂജകളെല്ലാം മണ്ഡല മകരവിളക്ക് കാലത്തും എല്ലാ പൂജകളും നടത്തുന്ന തന്ത്രിയാണ്. അപ്പൊ തന്ത്രിക്ക് യാതൊരു യോഗ്യതയും വേണ്ടേ? തന്ത്രി രാജീവരുടെ മകനായതുകൊണ്ട് മാത്രം ബ്രഹ്മദത്തിന് യോഗ്യതയാണ്. താങ്കൾ നേരത്തെ പറഞ്ഞു അയോഗ്യത ഇല്ല എന്ന് പറഞ്ഞല്ലോ. ബ്രഹ്മദത്തന്റെ യോഗ്യതയെ കുറിച്ച് താങ്കൾക്ക് അഭിപ്രായ വ്യത്യാസം ഇല്ല എന്ന് താങ്കൾ പറഞ്ഞിരുന്നു. അപ്പോൾ അതിലും അഭിപ്രായ വ്യത്യാസമുണ്ടോ? യോഗ്യതകളാണ്. ശബരിമല ക്ഷേത്രത്തിലെ തന്ത്രി ആയിരിക്കാനുള്ള യോഗ്യത എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനം തന്ത്രമന്ത്ര ശാസ്ത്രങ്ങളിൽ അദ്ദേഹത്തിന് പാണ്ഡിത്യം ഉണ്ടാകണം, സംസ്കൃതം അറിഞ്ഞിരിക്കണം. അങ്ങനെ ഒരുപാട് നിബന്ധനകളുണ്ട്. അദ്ദേഹം ഭൗതികമായിട്ട് വിദ്യാഭ്യാസം നേടിയ ആളാണ്, കഴിവുള്ളയാളാണ്, സത്യസന്ധനാണ്, സൽസ്വഭാവിയാണ്, നല്ല ഇമേജ് ഉള്ള വ്യക്തിയാണ്, നല്ല പെരുമാറ്റമാണ്. അതൊക്കെ ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ ശബരിമലയിലെ ഒരു തന്ത്രി എന്ന് വെച്ചാൽ ലോക പ്രസിദ്ധമായ ക്ഷേത്രമാണ് ശബരിമല ക്ഷേത്രം. ശബരിമല ക്ഷേത്രത്തിലെ തന്ത്രിക്ക് താന്ത്രിക വിദ്യകളിൽ അഗാധമായ പാണ്ഡിത്യം ഉണ്ടായിരിക്കണം. കണ്ഠര് മഹേഷ് മോഹനരും ബ്രഹ്മദത്തനും ചേട്ടൻ അനിയന്റെ മക്കളാണ്. പക്ഷേ ബ്രഹ്മദത്തനെ പോലെയല്ല മഹേഷ് മോഹനൻ. മഹേഷ് മോഹനൻ കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിച്ചതാണ്. അദ്ദേഹം ബ്രഹ്മശ്രീ മുല്ലപ്പള്ളി കൃഷ്ണൻ നമ്പൂതിരിയുടെ ശിക്ഷണത്തിൽ താന്ത്രിക വിദ്യകൾ അഭ്യസിച്ചതാണ്. തമിഴ്നാട്ടിൽ പോയി അദ്ദേഹം പഠിച്ചതാണ്. ബ്രഹ്മദത്തൻ എന്ന് പറയുന്ന വ്യക്തി കഴിഞ്ഞ വർഷം കർക്കടക മാസം 1-ാം തീയതി മുതൽ 5-ാം തീയതി വരെയുള്ള 5 ദിവസമാണ് ശബരിമലയിൽ സ്വതന്ത്ര തന്ത്രിയായിട്ട് പ്രവർത്തിച്ചത്. ശബരിമലയിൽ നവഗ്രഹ പ്രതിഷ്ഠയ്ക്ക് ശേഷം തന്ത്രി രാജീവ് ഇന്നേ വരെ ശബരിമലയ്ക്ക് വന്നിട്ടില്ല. അദ്ദേഹത്തിന്റെ മകൻ കർക്കടക മാസം 1-ാം തീയതി 5 ദിവസം ശബരിമല താന്ത്രിക കാര്യങ്ങൾ ചെയ്തത് അദ്ദേഹം രാജീവരുടെ സഹായിയായ EMS എന്ന് പറയുന്ന നാരായണ നമ്പൂതിരി പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു. അത് മാത്രമാണ് അദ്ദേഹത്തിന്റെ ശബരിമലത്തെ പ്രായോഗിക പരിജ്ഞാനം. അങ്ങനെയുള്ള ഒരാളല്ല ശബരിമല തന്ത്രി ആയിരിക്കേണ്ടത്. ശരി, ഞാനൊന്ന് രാഹുൽ ഈശ്വറിലേക്ക് പോവുകയാണ്. അദ്ദേഹം താഴെപ്പൺ കുടുംബാംഗമാണ്. ശ്രീ രാഹുൽ ഈശ്വർ, ഇതിനുള്ള മറുപടി പറയുക. 2 പ്രധാന കാര്യങ്ങളാണ്. കണ്ഠരര് രാജീവർക്ക് മകനെ തന്ത്രിയാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഒരു കത്ത് കൊടുക്കാൻ അവകാശമില്ല. അത് മാത്രമല്ല, മകനായ കണ്ഠരര് ബ്രഹ്മദത്തൻ, അദ്ദേഹത്തിന് യോഗ്യതയില്ല തന്ത്രിയായി വരുന്നതിൽ. ഈ 2 ആരോപണങ്ങളാണുള്ളത്. ശ്രീ മഞ്ജുഷ്, 2 കാര്യങ്ങൾ. ആദ്യം യോജിപ്പുള്ള കാര്യങ്ങൾ പറയാം. ഒരുപക്ഷെ ശ്രീ സോബൻജി അടക്കം പറഞ്ഞത് ഓരോ ഭക്തന്റെയും വികാരമാണ്. കാര്യം വിശ്വാസി സംബന്ധമായി നമ്മൾ മഹാവിഷ്ണുവിന്റെ അവതാരമായ പരശുരാമൻ കേരളത്തിലേക്ക് 2 ബ്രാഹ്മണ കുടുംബങ്ങളെയാണ് കൊണ്ടുവരുന്നത്. താഴമണ്ണും തരണനെല്ലൂരും. ബഹുഭൂരിപക്ഷം അമ്പലങ്ങളും അവർക്ക് താന്ത്രിക അവകാശങ്ങൾ കൊടുക്കുകയും മറ്റും ചെയ്യും. ഇന്ന് ഒരുപാട് അങ്ങനെ പ്രമുഖ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന താന്ത്രിക കുടുംബങ്ങളുണ്ട്. അത് അയ്യപ്പൻ തന്നെ ചൂസ് ചെയ്ത, അല്ലെങ്കിൽ പരശുരാമൻ ചൂസ് ചെയ്ത ഒരു കുടുംബമാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.